കപ്പലിൻ്റെ ഒരു ആദ്യ കാഴ്ചയുണ്ട്. അതൊരു ഭയങ്കര മൊമെൻ്റാണ്. ഒരു ചെറിയ മണ്ടത്തരം പറ്റിയത് ഒരു തൊപ്പി തലയിൽ വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ആ വീഡിയോയിൽ മുഴുവൻ എൻ്റെ കഷണ്ടിയാണ് ഏറ്റവും നന്നായി കാണുന്നത്. കപ്പലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് അല്ല കൊടുക്കുന്നത്, ഈ കാർഡ് ഇട്ടിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ ഈ കാർഡ് കണ്ടു. അങ്ങനെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ നടന്നു. അവിടെ എത്തിയപ്പോഴേക്കും ബസ്സുകളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ആ ബസ്സിൽ കയറി 2 ബസ്സുകളിലായിട്ട് യാത്രക്കാരെല്ലാവരും നോർവീജിയൻ സ്റ്റാറിലേക്ക് കയറാനുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്നത് പോലെ ഒരു സ്ഥലത്തേക്ക് ആദ്യം ഈ ബസ്സിൽ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ലഗേജ് നമ്മളവിടെ ഏൽപ്പിക്കാം. പിന്നെ ബാക്ക് പാക്ക് മാത്രം കയ്യിൽ കരുതിയാൽ. ഏറ്റവും കുറവ് ലഗേജ് എന്നുള്ളതാണ് സങ്കല്പം. പക്ഷേ എല്ലാവരും ഓരോ ആൾക്കാരും വലിയ 2 പെട്ടികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 100 കണക്കിന് ആളുകൾ കാത്തിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ നമ്പറുകൾ വിളിക്കും. ആ നമ്പറിൽ ഒരു 10 20 പേരോ 10 30 പേരുണ്ടാവും. അവർ മൊത്തമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ നമ്മൾ നമ്മുടെ പാസ്പോർട്ടും വിസയൊക്കെ കാണിച്ച് അത് ശരിക്കും നമ്മൾ എയർപോർട്ടിലൊക്കെ ഉള്ളതിൻ്റെ വേറൊരു വേർഷൻ. ഇത് നോർവീജിയൻ സ്കൈ എന്ന് പറയുന്ന ഷിപ്പിലേക്ക് കയറുന്ന ബോർഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളാണ്. ഇതല്ല, ഇതിൻ്റെ ഒരു 3 ഇരട്ടി ആളുകൾ ഉണ്ടായിരുന്നു. കുറേ പേര് അകത്ത് കയറി ഷിപ്പിൻ്റെ. ഇത്രയും ആളുകൾ ഇനി ബാക്കിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ 30ാമത്തെ ടോക്കൺ നമ്പർ വിളിച്ചു. എൻ്റെ 32ആണ് ടോക്കൺ നമ്പർ. ഏതാണ്ട് 1 മണിക്കൂറിലധികം 1-2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം നമുക്ക് കപ്പലിലേക്ക് പോകാൻ സമയമായപ്പോൾ അവരുടെ വണ്ടികൾ ലഗേജെല്ലാം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പതിന് ശേഷം ഞങ്ങളിപ്പോൾ ബസ്സിലേക്ക് ഇത് ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സാണ്. ആദ്യം കാണിച്ച സ്ഥലത്ത് എല്ലാവരും ഗ്യാദർ ചെയ്ത് അവിടെ നിന്ന് അകത്തേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് നമ്മളുടെ എമിഗ്രേഷൻ ചെക്കിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്. ആ എമിഗ്രേഷൻ ചെക്കിൻ്റെ സ്ഥലത്ത് ഷൂട്ടിംഗ് അനുവദനീയമല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോഴുള്ള എമിഗ്രേഷൻ ചെക്ക് പോലെ നമ്മളുടെ പാസ്പോർട്ടൊക്കെ വെച്ചിട്ട് നമ്മളെ ചെക്ക് ചെയ്യും. അവിടെ നിന്നാണ് നമുക്ക് ഒരു കാർഡ് തരും. ആ കാർഡ് എന്ന് പറയുന്നത് കപ്പലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് അല്ല കൊടുക്കുന്നത്, ഈ കാർഡ് ഇട്ടിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ ഈ കാർഡ് കാണിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിൽ കയറുന്നത്. ഈ ബസ്സിൽ ഈ ഡോക്കിലൂടെ യാത്ര ചെയ്തിട്ട് നിറയെ കണ്ടെയ്നറുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. തുടക്കമാണ് കിട്ടിയത്. കണ്ടെയ്നറുകൾക്കിടയിലൂടെ കപ്പലിൻ്റെ ഒരു ആദ്യ കാഴ്ചയുണ്ട്. അതൊരു ഭയങ്കര മൊമെൻ്റാണ്. കപ്പലിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തി ഞങ്ങളിറങ്ങി. ചേർത്തലക്കാരൻ ഉണ്ണി ഉണ്ടായിരുന്നതുകൊണ്ട്, ഉണ്ണി ഉള്ളതുകൊണ്ടാണ് ഇത്തവണ എൻ്റെ കുറേ വീഡിയോസ് കാണും. ഒരു ചെറിയ മണ്ടത്തരം പറ്റിയത് ഒരു തൊപ്പി തലയിൽ വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ആ വീഡിയോയിൽ മുഴുവൻ എൻ്റെ കഷണ്ടിയാണ് ഏറ്റവും നന്നായി കാണുന്നത്. അതിലൊരു ചെറിയ സങ്കടമുണ്ട്. പക്ഷേ ആ വീഡിയോസ് നല്ലതായതുകൊണ്ടും അതിൽ കപ്പലൊക്കെ നന്നായി കാണുന്നതുകൊണ്ടും അത് കട്ട് ചെയ്ത് കളയാനും പറ്റിയില്ല. 7 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഷിപ്പാണ്. 2400 യാത്രക്കാർ, 1100 കപ്പൽ ജീവനക്കാരൊക്കെ ഉള്ള ഒരു 3500ഓളം ആളുകളെ വഹിച്ചു പോകുന്ന ഒരു ഷിപ്പാണ്.
ഷിപ്പിൽ 15 ഡക്കുകളാണുള്ളത്. 15 ഡക്കുകൾ. അതിൽ 10 മുകളിലേക്ക്, 5 താഴേക്കാണ്. അപ്പം ഈ താഴെയാണ് ഈ കപ്പലിലെ സ്റ്റാഫൊക്കെ അധികവും താമസിക്കുന്നത്. ഇതിൽ പലതരത്തിലുള്ള റൂമുകളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഉള്ള റൂമുകളെല്ലാം കടലിലേക്ക് ബാൽക്കണിയുള്ള റൂമുകളാണ്. കുറേ കൂടി കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ നടുവിലുള്ള റൂമുകൾ കിട്ടും. അതായത് ബാൽക്കണി ഇല്ലാത്ത സെൻറ്റർ റൂമുകൾക്ക് പൈസ കുറവാണ്. പിന്നെ തട്ടുകളായിട്ട് ഒരു മുറിയിൽ 4 പേരൊക്കെ കിടക്കുന്ന തരത്തിലുള്ള റൂമുകളുണ്ട്. അപ്പോൾ അതിന് വീണ്ടും പൈസ കുറയും. എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം തന്നു വെനീസ് റോയൽ ടൂർസിൽ. ഇപ്പോൾ 9512 ആണ് എൻ്റെ റൂം നമ്പർ. ലഗേജ് താഴെ കൊടുത്ത ലഗേജ് ഇവിടെ എത്തിക്കഴിഞ്ഞു ഞാൻ എത്തുന്നതിന് മുമ്പ്. ഇതാണ് 9512. ഇനിയുള്ള 14 ദിവസത്തെ എൻ്റെ വീടാണ് കേട്ടോ. ഇതാണ് റൂം. ഇത് ഇനി കിടന്നുറങ്ങാനുള്ള ബെഡ്. ഇവിടെ ഇരിക്കാം. TV ഉണ്ട്, TV കാണാം. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പുറത്തേക്ക് ആ കാണുന്ന കടല്. അങ്ങനെ ഒരു ഗംഭീര സെറ്റപ്പ്. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാ.